സോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് GTA 5 ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന വരെയാണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോ കണ്ടതിലേക്ക് അതും കൂടെ കാണുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ്. നമ്മുടെ മൈക്കിൾ ശരിക്കും മരിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ മൈക്കിൾ വന്നിട്ട് ഒരു കൗൺസിലിംഗ് സാധ്യത കൗൺസിലിംഗ് വന്നിരിക്കുക നമ്മുടെ മൈക്കിൾ. അപ്പോൾ നമ്മുടെ മൈക്കിളിന് ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൈക്കിളിൻ്റെ റിഫ്ലക്സ് ആവാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ കൗൺസിലിംഗ് സാറ് വന്നിട്ട് ഇന്ന് അവനെ അതും ഇതൊക്കെ പറഞ്ഞ് വീണ്ടും ടെൻഷനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിളിന് ദേഷ്യം വന്നിട്ട് പറയണത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയണത് നമ്മുടെ മൈക്കിളിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇപ്പം നമ്മുടെ മൈക്കിൾ ഇത്തിരി റിച്ചും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ മൈക്കിൾ ഒരു റിച്ചായിരിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മൈക്കിളല്ലേ ഈ ഇപ്പോൾ ഈ GTA 5 ഗെയിമിൻ്റെ അകത്ത് ടൈറ്റിൽ കാർഡ് എഴുതി കാണിച്ചതിന് ശേഷം പിന്നെ ഗെയിം തുടങ്ങിയ സമയത്ത് പോയ വീഡിയോയിൽ കണ്ട മൈക്കിളല്ല. പോയ വീഡിയോയിൽ കണ്ട മൈക്കിൾ ഇത്തിരി പാവപ്പെട്ടൊരു ചെറിയ വീട്ടിലിരിക്കുന്നവനെ പോലത്തെയാണ്. ഇപ്രാവശ്യത്തെ ഈ മൈക്കിൾ വന്നിട്ട് ഇത്തിരി റിച്ചാണ്. അപ്പോൾ ഒരു വലിയൊരു മില്യനെയർ എന്തോ ആണ്. അപ്പോൾ നമ്മുടെ മൈക്കിളിന് ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ മൈക്കിൾ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. നമ്മുടെ മൈക്കിളിനിപ്പോൾ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മൈക്കിള് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ മൈക്കിൾ ഇറങ്ങിപ്പോയി. അതിന് ശേഷം നമ്മുടെ ലോസ് ആൻഡോസിൻ്റെ ഇൻട്രൊഡക്ഷനെ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ സിറ്റി, ഇതാണ് നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റി. ഇവിടെ ഹൈവേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബിൽഡിങ്സൊക്കെ ഉണ്ട്. കുറേ ബിൽഡിങ്സ്, കുറേ വണ്ടികൾ, കുറേ സൈക്കിൾസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലാണ്, നമ്മുടെ കേരളം പോലെയൊന്നുമല്ല. പിന്നെ ഒരു വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോസ് ആൻഡോസ്. അപ്പോൾ ഭയങ്കരമായി ഇൻ്റർനാഷണൽ ലെവലിൽ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട് ഈ ഗെയിമിന്. എന്തായാലും ഇത് സൂപ്പർ തന്നെ. അപ്പോൾ ഇത്രയും ഒരു ഗ്രാഫിക്സിലൊരു ആണിത്. അപ്പോൾ ഇവിടെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റി. അപ്പോൾ ഇവിടെ നമ്മുടെ മൈക്കിളും എല്ലാവരും ഒക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ്, നമ്മുടെ മൈക്കിൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബെഗ്ഗർ ഉണ്ട്. ആ ബെഗ്ഗറിന് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മൈക്കിളെ ഹെൽപ്പും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ആ ബെഗ്ഗറിനെ ബോധമില്ലാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മൈക്കിൾ നടന്നു പോയിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഒക്കെ കണ്ടിട്ട് സൂപ്പറായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രാങ്ക്ലിന് ലമാകൻ നടന്നു പോയിക്കൊണ്ടിരിക്കണം. ഇവൻ്റെ കയ്യിൽ ഒരു 2 വണ്ടിയുണ്ട്, ഒരു വെള്ള വണ്ടി, ഒരു ചുവപ്പ് വണ്ടി. അത് വേറെ ഏതോ സ്ഥലത്തായിരിക്കണം. അത് നമ്മുടെ ലമാറിന് ഓർമ്മയില്ല. അപ്പോൾ ഈ സ്ഥലം നമ്മൾ മൈക്കിളിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മൈക്കിൾ വന്നിട്ട് ലമാറിൻ്റെ അടുത്തൊക്കെ ഈ സ്ഥലം കറക്റ്റായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലിനും ലമാറുമായി വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിനും ലമാറും കൂടിയിട്ട് ആ ഗേറ്റ് തുറന്ന് അതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ വഴി കൂടെ പോയി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലത്തെ കുറേ വഴികൾ നമ്മൾ GTA VCയിലും GTA SAയിലും കണ്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പൂച്ചയുണ്ട്. പൂച്ചയും ചവിട്ടിയല്ലോ വനപ്പാവം. അപ്പോൾ നമ്മൾ പൂച്ചനെ ഒന്ന് ചവിട്ടുന്നുണ്ട്. നേരെ നമുക്ക് ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഇവിടെ ഒരു റെഡ് കാറും ഒരു വൈറ്റ് കാറും ഉണ്ട്. വൈറ്റ് കാർ എടുത്താലോ? ഒരു പോർച്ചുഗൽ ഫാനായ കാരണം എൻ്റെ ഫേവറേറ്റ് കളർ റെഡാണ്. ബട്ട് ഇപ്രാവശ്യം നമ്മളൊന്ന് മാറ്റി പിടിക്കാം, ഒരു വൈറ്റ് ആക്കാം. ഫേവറേറ്റ് കളർ മാറ്റിയില്ല, നമ്മളൊന്ന് വൈറ്റ് എടുത്താണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അർജൻറ്റീനയും സൂപ്പറാണ് കേട്ടോ. പോർച്ചുഗൽ മാത്രമല്ല, അർജൻറ്റീനയും സൂപ്പറാണ്. അപ്പോൾ നമ്മളൊന്ന് വെള്ള എടുത്തു. അർജൻറ്റീനൻ്റെ കളർ വെള്ള. അപ്പോൾ വെള്ളയൊന്നും അതും പറഞ്ഞുകൊണ്ട് ഞാൻ പോർച്ചുഗൽ ഫാൻ അല്ല എന്നല്ല പറയുന്നത്. ഞാൻ പോർച്ചുഗൽ ഫാൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ഒരു വെള്ള കളർ കാർ എടുത്തു, ഇത്തിരി ഒരു ചേഞ്ച്. അപ്പോൾ നമ്മൾ ലമാറിൻ്റെ ബാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേമാതിരി GTA SAയിലൊരു മെഷീൻ ഉണ്ട്. അതിൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ കുറേ പച്ച കളർ ഡ്രസ്സ് ഇട്ട് അതിൻ്റെ പിന്നാലെ പോകണം. അതിൻ്റെ പേരെന്തോ ബിഗ് സ്മോക്ക്. ആ CJ വന്നിട്ട് ബിഗ് സ്മോക്കും അവൻ്റെ ഗ്യാങ്ങിൻ്റെ പിന്നാലെ ഒരു ഫസ്റ്റ് മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ പിന്നാലെ സൈക്കിളിൽ പോകണം. അപ്പം GTA 5ൻ്റെ അകത്ത് അതേ സംഭവം റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സൈക്കിളല്ല, കാറാണെന്ന് മാത്രം. അങ്ങനെ നമ്മൾ ലമാറിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ലമാറിൻ്റെ പിന്നാലെ പാതിയിൽ എത്തുന്ന സമയത്ത് ഒന്ന് ഇടിച്ചു ഗൈസ്. നമ്മുടെ വൈറ്റ് കളർ വണ്ടി ഇടിച്ചു, നമ്മുടെ വണ്ടി ഇടിച്ചു. അങ്ങനെ പ്രശ്നം അത് വണ്ടി ഇടിച്ചിട്ട് നമ്മൾ ഇത്തിരി
റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വൈകി വെച്ച് കഴിഞ്ഞാൽ ലമാർ അങ്ങനെ പോയിട്ടുണ്ടാവും. നമ്മളെങ്ങനെ പെട്ടെന്ന് നിർത്തുകയെന്ന് രക്ഷപ്പെട്ടു പറയാം. ലമാറിൻ്റെ പിന്നാലെ കറക്റ്റ് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന പറയാം. ഈ വണ്ടി വല്ലതും ക്രാഷായി അപ്പുറത്ത് ഇടിച്ചു വെച്ചാൽ ഭയങ്കര കഷ്ടപ്പെടുത്തും. നമ്മൾ ബൂസ്റ്റൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്, അതാണ് ഇത്തിരി പേടി. അപ്പോൾ ആൾക്കാരൊക്കെ പറയണ ഗെയിമിൽ വണ്ടി ഓടിക്കാൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതാണ്. ഞാൻ ഇതുമാതിരി ഒരു ഗെയിമറിന് ഇൻ്റർവ്യൂവിൽ ഒരാൾ പറയുന്നുണ്ട്, GTA SAയിലും GTA VCയിലും ഒക്കെ എന്താണ് അതേമാതിരി GTA ഗെയിംസിലൊക്കെ നമുക്കിപ്പോൾ ഒരു ഗെയിം, ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് ഗെയിമാണെന്നുണ്ടെങ്കിൽ അത് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ, കാർ ഓടിക്കുന്ന ഗെയിമാണെങ്കിൽ അത് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ GTA സീരീസിൻ്റെ അകത്ത് GTA SA ആയിക്കോട്ടെ, GTA VC ആയിക്കോട്ടെ, GTA 5 ആയിക്കോട്ടെ, ഇനി വരാൻ പോണ GTA 6 ആണെങ്കിലും ശരി, അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള മാതിരി എന്ത് വേണമെങ്കിലും കളിക്കാം ഈ ഗെയിമിൻ്റെ അകത്ത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ലമാർ ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നാലെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ 2 സ്റ്റാർ 1 ലെവലുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ വണ്ടി ഒഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലമാറിൻ്റെ പിന്നാലെ പിടിച്ച് പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, ലമാർ ഇത്തിരി ദൂരമായി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പോണ സമയത്ത് ലമാറിനെ കൈവിട്ട് പോയി. ലമാർ എങ്ങോട്ടേക്കോ പോയി, ഇത്തിരി ദൂരം കൂടിയപ്പോൾ ലമാർ എങ്ങോട്ടേക്കോ പോയി. അപ്പോൾ നമ്മൾ ആളിക്കഴിഞ്ഞൊക്കെ പിടിച്ച് നമ്മുടെ കാറിലൊക്കെ ചോയായി. ഇതിപ്പോൾ മഴ വരാനായി ഗൈസ്. ഓ മൈ ഗോഡ്, മഴ വരാനായി. പക്ഷെ നമ്മളെങ്ങനെ ലമാറിനെ കണ്ടുപിടിച്ച് നമ്മുടെ സിമിയോൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിമിയോൻ്റെ കാർ ഷോറൂം. ഇതിൻ്റെ അകത്ത് പല പല വണ്ടികളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്കിളിൻ്റെ മകൻ വന്നിട്ട് ഒരു കാറ് മേടിച്ചിട്ട് പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും പൈസ തരുന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇതുവരെയായിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ലോൺ എടുത്താലും അത് അടയ്ക്കാൻ വയ്യാണ്ട് തരാ പറഞ്ഞുകൊണ്ടിരിക്കണോ എന്തോ, ഒരു ഡൗട്ട് വെറുതെ പറഞ്ഞാൽ. നമുക്കതിൻ്റെ കാര്യമൊന്നും അറിയില്ല. അപ്പോഴും വണ്ടി എടുത്ത് പൈസ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും തരണോ, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് വണ്ടി പൊക്കിക്കൊണ്ടുപോകുന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൈക്കിളിൻ്റെ മകൻ അതിന് ശരി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ലമാറിൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ലമാറിൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലമാറിൻ്റെ ആൻറ്റീൻ്റെ വീട്. അപ്പം നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കയറിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ലമാർ വന്നിട്ട് തങ്ങിക്കോ, വീട്ടിലൊക്കെ തങ്ങിക്കോ ഇരുന്നോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റി എങ്ങനെയാണെന്ന് നോക്കാം, അമ്മച്ചി എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഡോർക്ക് തുറന്ന് നമ്മുടെ ലമാറിൻ്റെ ആൻറ്റീൻ്റെ വീട്ടിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ലമാറിൻ്റെ വീടല്ല, ലമാറിൻ്റെ ആൻറ്റീൻ്റെ വീട്. ലമാർ ഇരിക്കുന്ന ആൻറ്റീൻ്റെ വീട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു അമ്മച്ചിയാണിത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ലമാറിൻ്റെ ആൻറ്റി. ഈ ആൻറ്റി വന്നിട്ട്, ഈ അമ്മച്ചി വന്നിട്ട് ശരിക്കും പറഞ്ഞ ഗ്രാനി ഗെയിമിലെ പ്രേതം പൊളിച്ച് ഗ്രാനീനുമായി. ഈ ഗ്രാനി നല്ല ടെററാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ വന്നിട്ട് റൂമൊക്കെ നല്ല നീറ്റായി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിൻ നീറ്റായി വെച്ച് ഷൂ ഒക്കെ കറക്റ്റാക്കി. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ